സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭാ യോഗം ഗവർണറോട് ശുപാർശ ചെയ്യും. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെയാണ് സഭാ സമ്മേളനം ചേരാൻ ആലോചിക്കുന്നത്. സമ്പൂർണ്ണ ബജറ്റ് പാസാക്കുകയാണ് ലക്ഷ്യം. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒരിക്കൽ കൂടി ഹരികൃഷ്ണൻ, ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് മാത്രമാകുമോ പ്രധാന അജണ്ട? മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാകും ചർച്ചയാവുക? പ്രകൃത ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്, അതായത് ഒരിടവേളയ്ക്ക് ശേഷമാണ് ആ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മന്ത്രിസഭാ യോഗമാണ്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെ ഈ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അത് മാത്രവുമല്ല, ഇത്തരത്തിൽ സമ്പൂർണ്ണ ബജറ്റ് പാസ്സാക്കുകയാണ് ഈ സഭാ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ വാർഡ് വിഭജന ഓർഡിനൻസിന് അതിന് പകരമുള്ള ബില്ല് കൊണ്ടുവരാൻ അതിനുള്ള നീക്കം കൂടി ഈ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലുണ്ട്, സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അതുകൂടി ഇതിൽ ലക്ഷ്യമാകുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. ഈ ഓർഡിനൻസ് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയിരുന്നു. അത് അനിശ്ചിതത്വത്തിലാണ്. അതുകൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കുന്നത്. മാത്രമല്ല, മറ്റ് ഈ സംസ്ഥാനത്തെ വെള്ളപ്പൊക്കം അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ ഈ നദീജല പഠനം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഇന്ന് ചർച്ചയാകും. മാത്രമല്ല, ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ ചർച്ചയാക്കി. മെഡിക്കൽ കോളേജിലെ പിഴവ് പോലെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു. അത്തരം കാര്യങ്ങളൊക്കെയും ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിത, ശരി. സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. നിയമസഭാ സമ്മേളനം വിളിച്ചിറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും.